മോനൊരു 2.5 വയസ്സ് മുതലാണ് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള അവനിങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണത്. അപ്പോൾ അന്ന് നമ്മൾ ലൈഫ് കെയറിൽ വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് ഒരു 4 സിറ്റിംഗ് വരെ 4 ട്രീറ്റ്മെൻറ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. നമുക്ക് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന കാരണം കൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരാനതിനൊക്കെ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ല. നമ്മൾ വേറെ തൃശ്ശൂർ തന്നെ തെറാപ്പി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേറെ അവിടെ കുറച്ച് നോക്കിയായിരുന്നു, പക്ഷെ അത് അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഒരു 1.5 വർഷം 2 വർഷം ഗ്യാപ്പിലാണ് ഞങ്ങൾ രണ്ടാമതിപ്പോൾ തൊടുപുഴ നമ്മൾ താമസം മാറി ഇങ്ങോട്ട് ഈ ഒരാവശ്യത്തിനായിട്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഇങ്ങോട്ട് ഇപ്പോൾ 2ാമത്തെ തവണ വരുന്ന സമയത്ത് മോൻ്റെ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മളൊരു 1.5 ഇയർ ഫുൾ തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർത്തിയ കാരണം നമ്മൾ വേറെ 1-2 ആയുർവേദം നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും വർക്കായില്ല. ഇവനൊന്നും കൂടി മോശം അവസ്ഥയിലാവുക ചെയ്തത്. ഇപ്പം 2ാമത് നമ്മൾ ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം ഭയങ്കര ഹൈപ്പറായിരുന്നു. ഐ കോണ്ടാക്റ്റ് ഒട്ടുമില്ല, സ്പീച്ച് ഒട്ടുമില്ല, പിന്നെ നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയെ കാരണം അവൻ ഭയങ്കരമായിട്ട് എവിടെ പോയാലും ഒട്ടും കംഫർട്ടബിൾ അല്ല അവൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വീണ്ടും ലൈഫ് കെയറിലേക്ക് വരണേ. അങ്ങനെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. ഐ കോണ്ടാക്റ്റ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ മാറി. ഇപ്പം അത്യാവശ്യം നമ്മളടുത്ത് അവൻ ഐ കോണ്ടാക്റ്റ് തന്നു തുടങ്ങി. ഹൈപ്പർ ആക്റ്റീവ് ആയാലും നല്ലോണം കുറഞ്ഞു. പിന്നെ മൊത്തത്തിൽ ഇപ്പം നമുക്ക് അവനെ ഞങ്ങളിപ്പോൾ സിനിമയ്ക്ക് 2-3 സിനിമ നമ്മൾ ഓൾമോസ്റ്റ് കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈം ഞങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകണേ. കാരണം ആ ഒരു സൗണ്ട്, അവന് ഇരുട്ട്, അങ്ങനെയുള്ള റൂം. ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ ഒരു ഡിം ലൈറ്റ് ഒക്കെ ആണെങ്കിൽ അവന് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളൊരു 2 വട്ടം ട്രൈ ചെയ്തു. 2 വട്ടം നമ്മൾ തിരിച്ച് പോകേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി തിയേറ്ററിൽ 3 സിനിമ ഞങ്ങൾ കാണിച്ചു. 3 സിനിമയും കംപ്ലീറ്റ് ആക്കി അവൻ കണ്ടിരുന്നു. അങ്ങനത്തെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഇപ്പൊ ദാവീദിന് വന്നിരിക്കുന്നത്. അതുപോലെ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് കൊണ്ടുപോകാനായിട്ട് ഒട്ടും ഇതല്ല. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് എത്താനായിട്ട് ഒരു അത്രയും ടൈം അവന് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അപ്പുറത്തെ ടേബിളിലേക്ക് ഒക്കെ ചെല്ലലും അല്ലെങ്കിൽ കരച്ചിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഭക്ഷണം എത്തിയതിന് ശേഷം ഞങ്ങൾ എൻ്റർ ചെയ്യുള്ളൂ മാക്സിമം. എന്നാലും അവന് ഭക്ഷണം ഇങ്ങനെ കടിച്ച് എറിയുക അങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ അടുത്ത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേബിൾ മാനേഴ്സിൽ അവൻ കാര്യങ്ങൾ ചെയ്തവൻ സ്വയമായിട്ട് കഴിച്ചു. അധികം ഒന്നും കളയാണ്ട് ഈ വെയിറ്റ് ചെയ്ത് നല്ലപോലെ ഇരുന്നു. ഒരു അരമണിക്കൂറിൻ്റെ അടുത്തേക്ക് എടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്ത കാര്യം എത്താനായിട്ട്. ഇപ്പുറത്തെ ടേബിളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ, ഫുഡുകൾ എത്തുമ്പോൾ സാധാരണ നോക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അടുത്തവൻ ഓളിയിടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷെ ആള് കാമായിട്ട് ഇരുന്ന് വെയിറ്റ് ചെയ്ത് നല്ലപോലെ ഇതായിട്ട് നിന്നു അവിടെ. ഭക്ഷണം കഴിക്കുന്ന രീതിയും വ്യത്യാസമാണ്. മറ്റത് ഭയങ്കര കഴിച്ച് പതുക്കെ എറിഞ്ഞ് കളയും. ഒരു കടി കടിച്ചാൽ അവന് വായിക്കകത്തേക്കുള്ളത് ആവശ്യം കഴിഞ്ഞിട്ടുള്ള ബാക്കി എറിയുക ചെയ്യുക. ഇപ്പം അങ്ങനെ അല്ലാണ്ട് കറക്റ്റ് അത് പ്ലേറ്റിൽ തന്നെ വെച്ച് കഴിക്കുക, അതൊക്കെ നമ്മൾ സ്വപ്നം കണ്ടൊരു കാര്യങ്ങളാണ്. ഐ കോണ്ടാക്ട് നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ വന്ന സമയത്ത് ഉള്ള തെറാപ്പി സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഐ കോണ്ടാക്റ്റിൻ്റെ ടൈം കൂടി. ഇപ്പം നമുക്ക് ഫേസിലോട്ട് നോക്കണതിൻ്റെ ഇതൊരു ഇപ്പം അവൻ ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങൾക്കാണ് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. അതുപോലെ അവൻ നോക്കുന്നുണ്ട്. അത്രയും കണ്ണിലേക്ക് കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് അയാൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഐ കോണ്ടാക്ട് നല്ലപോലെ മാറ്റം വന്നു. ബിഹേവിയർ ഭയങ്കര അച്ചടക്കം വന്നു. പിന്നെ നമുക്കിപ്പോൾ അവനെ എവിടെയും കൊണ്ടുപോകാം, ഹാൻഡിൽ ചെയ്യാനായിട്ട്. ആർക്കും, ഞങ്ങൾക്കല്ലെങ്കിലും വേറെ ആർക്കാണെങ്കിലും അവനെ ഹാൻഡിൽ ചെയ്യാം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റേത് ഞങ്ങളല്ലാണ്ട് വേറൊരാളുടെ അടുത്ത് അവനെ ആക്കി പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല.
അവനെ ആരുടെ അടുത്തും നമുക്ക് ധൈര്യമായിട്ടാക്കി പോവാം. എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് ഡോക്ടറോടുള്ള വിശ്വാസം കൂടുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ഉറപ്പ് തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ബ്രേക്ക് ചെയ്തതിന്റെ തൊട്ട് മുന്നത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദാവിയുടെ വന്ന മാറ്റങ്ങൾ ഓരോ സിറ്റിങ് കഴിയുമ്പോൾ ഓരോ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴുള്ള അവന്റെ മാറ്റം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മൾ കുറച്ച് വൈകി ഇപ്പോൾ ഏജിന്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും അവനത് എഫക്റ്റീവ് ആവും എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. വിശ്വാസമുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് ധൈര്യമായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ആദ്യത്തെ ഒരു 3 സെക്ഷൻ കഴിയുമ്പോൾ ഒരു 5% മാറ്റം എന്നുള്ളതിലാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യത്തെ ഫസ്റ്റിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്ത എന്തോ ഒരു 15% മാറ്റം അവന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ സെക്കൻഡാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. എനിക്ക് നല്ല പ്രതീക്ഷയാണ്. കാരണം അവന് എനിക്ക് തോന്നുന്നു മുമ്പത്തെ ഒരു 4 ട്രീറ്റ്മെന്റില് അവൻ സംസാരിച്ച് തുടങ്ങിയതാ. സെക്കൻഡ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ അവൻ വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സിംഗിൾ വേർഡ്സ്. തേർഡ് കഴിഞ്ഞപ്പോൾ ചെറിയ 1-2 വാക്കുകളായിട്ട്, ഫോർത്ത് കഴിഞ്ഞപ്പോൾ സെന്റൻസിലേക്ക് എത്തിയ സമയമായിരുന്നു. പിന്നെ നമുക്കത് ചില ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടിരുന്നു. അപ്പൊ അത് പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നതിനോട് നമുക്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു എൻ്റെ വർക്കിന്റെ ഒരു നല്ല പ്രഷറുള്ള ആളാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വർക്കിന്റെ പ്രഷർ മാത്രം, മോൻ്റെ ഒരു പ്രഷർ എനിക്ക് ഇപ്പൊ ഇല്ല. ഞാനത് ഇവിടെ വിട്ടു. നമുക്ക് ഓൾറെഡി ലൈഫ് കെയറിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം നമ്മളത് കഴിഞ്ഞിട്ട് വേറെ ട്രീറ്റ്മെന്റും പിന്നെ നമ്മൾ തെറാപ്പി മാത്രമായിട്ടും ട്രൈ ചെയ്തു. പക്ഷെ ഇവന് കാര്യം ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് മാത്രമല്ല, കുറച്ചും കൂടിയും മോശം സ്റ്റേജായി. ഇപ്പൊ രണ്ടാമത് ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അവന് അത്ര മോശം സ്റ്റേജിൽ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പോൾ കോമൺ പ്രോഗ്രാമിനൊക്കെ ആയാലും ആള് കാമായിട്ട് ഇരുന്ന് തുടങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഫസ്റ്റ് 2 ആഴ്ചക്കുള്ളിലായിരുന്നു ഇവിടെ ഫസ്റ്റത്തെ കോമൺ പ്രോഗ്രാം. അപ്പം അന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ്, അപ്പം ഞാനത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നേ. പക്ഷെ ആള് ആ പ്രോഗ്രാം കഴിയണ വരെ കാമായി എല്ലാം കണ്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പം അതൊരു വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഡാൻസ് ഞങ്ങള് ഞെട്ടിപ്പോയി. കാരണം അവനെ അങ്ങനെ നിർത്തിയാൽ അവൻ ഓടിപ്പോവും, എസ്കേപ്പ് ചെയ്ത് പോകും. അവനതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ആളാ ഡാൻസ് കഴിയണ വരെ ഞാൻ ഇവനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇവൻ കറക്റ്റ് കോപ്പറേറ്റ് ചെയ്ത് അവസാനിക്കണ വരെ ഡാൻസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അത് അവന് ഇറിറ്റേറ്റ് ചെയ്യണ ഒരു കാര്യമാണ്. അവന് അധികം ഞാൻ കരയുന്നു തന്നെ വിചാരിച്ച, പക്ഷെ അവൻ പരിപാടി കഴിയണ വരെ കരയാണ്ട് നിന്നു. അതാണ് ഏറ്റവും വലിയ ഒരു സംഭവം. കാരണം അവൻ അതിനുള്ളൊരു ക്ഷമ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഫ്രണ്ട്സ് നമ്മളെന്തോ ഫസ്റ്റ് ഒരു ഹോമിയോ ട്രീറ്റ്മെന്റ് ആണ് ദാവിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് ഇവന് കുറച്ചൊരു ഹൈപ്പർ കുറഞ്ഞെന്നല്ലാണ്ട് ഇവന് വേറെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല. അങ്ങനെ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് നമ്മളെന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് ഒരു ആയുർവേദം എന്നുള്ളത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അത് കാരണം നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് പിന്നെ നമ്മൾ പോയപ്പോൾ അതിന്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലായി. കാരണം ഇവിടത്തെ ഒരു പ്രോസസ്സ് ആയിരുന്നില്ല. ഞങ്ങളൊരു 2 സ്ഥലത്തെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആയുർവേദം. പക്ഷെ വളരെ മോശം അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. പിന്നെ ഇവനൊന്നും കൂടി മോശം അവസ്ഥയിലെത്തി. ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് മാത്രമല്ല, വളരെ ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു, ഇതുവരെ കാണാത്തൊരു ലെവലുള്ള അത്രയും മോശം ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഞങ്ങൾ വീണ്ടും ലൈഫ് കെയറിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ തെറാപ്പിയും കൂടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ട് മാറി. അപ്പോൾ അവന് നല്ല എല്ലാ കാര്യത്തിലും ഓരോ ദിവസവും ഞങ്ങളത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, അവൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഓരോ ചെറിയ കാര്യത്തിലായാലും. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഇവിടെ വന്നപ്പോൾ റിലീഫായി. എനിക്ക് നമ്മള് ലൈഫ് കെയറിനെ കുറിച്ച് മുമ്പ് നമ്മൾ നെറ്റിലൊക്കെ നോക്കി അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ട്രയല് നോക്കാന്നുള്ള ഇതിൽ തന്നെയായിരുന്നു. കാരണം ഇപ്പൊ ഈ ഒരു ഇവന്റെ ഒരു മോനിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ജൂബിലിയിൽ കാണിച്ചായിരുന്നു. പിന്നെ അതുപോലെ വേറെ 1-2 ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ ഹോമിയോന്റെ ഇത്. കാരണം എല്ലാവരും പറഞ്ഞത് ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, നമുക്ക് തെറാപ്പി മാത്രമാണ് ഉള്ളത്, ഇതൊരു അസുഖം അല്ല, ഒരു മാനസികാവസ്ഥ പോലെയാണ്. അപ്പൊ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക, അതായിട്ട് പൊരുത്തപ്പെട്ട് നിങ്ങൾ ജീവിക്കുക എന്നുള്ള ഞങ്ങൾക്കായിരുന്നു ക്ലാസ്സിന്. അതായത് ഇവന് വേണ്ടിയിട്ടൊന്നും നമുക്ക് ചെയ്യാനില്ലാത്തൊരു അവസ്ഥയായിരുന്നു.
അപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ആലോചിക്കുമ്പോഴാണ് ഇവിടെ ലൈഫ് കെയറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് ഇവിടെ വന്നത്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതിനെക്കാട്ടും വിട്ടിട്ട് നമുക്കൊരു ഹോപ്പ് കിട്ടിയത് ഇവിടെ നിന്ന് മാത്രമാണ്. ബാക്കി എല്ലാവരും നമ്മളോടത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് പറയായിരുന്നു. നമ്മുടെ മക്കൾ അങ്ങനെയാണ്, അപ്പോൾ ഇനി അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചോ. മാക്സിമം തെറാപ്പി കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പോൾ അവർക്ക് ചെറിയ ബിഹേവിയർ ഇതൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കും. ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ ഫസ്റ്റത്തെ ഒരു 4 സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അവന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്ത് ഒരു പരിധി വരെ മാറ്റി എടുക്കാൻ പറ്റും നമുക്ക് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടിയതായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് ഇവിടെ തൊടുപുഴ, ഞങ്ങൾ താമസം തൃശ്ശൂരും, ട്രീറ്റ്മെൻറ്റ് തൊടുപുഴ ആയതുകൊണ്ട് ഈ വന്നു പോണേൻ്റെയും പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് നമുക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ആയുർവേദത്തിനോടുള്ള വിശ്വാസം കാരണം, ലൈഫ് കെയറിൽ ആയുർവേദം ആയതുകൊണ്ട് ആയുർവേദത്തിനോടൊരു വിശ്വാസം കാരണം നമ്മൾ അവിടെ കുറേ ആയുർവേദത്തിൻ്റെ നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. മോശമായിട്ടുള്ള സ്ഥലങ്ങളല്ല, എല്ലാം നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുള്ള കാരണം കൊണ്ട് അവർ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് നമുക്ക് തുടക്കത്തിലേ മനസ്സിലായി. പിന്നെ അത് 2-3 സ്ഥലത്ത് നമ്മൾ ചെയ്തു. പക്ഷെ അത് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയില്ല. കാരണം ഇവനൊന്നും കൂടെയും മോശം അവസ്ഥയിലേക്കാണ് പോകണ്ടായിരുന്നത്. കാരണം അത് ഇവന് എന്താ പറയുക, ആ ഒരു തെറാപ്പിയും കാര്യങ്ങളൊക്കെ അവന് നല്ല രീതിക്കല്ല കിട്ടിക്കൊണ്ടിരിക്കണ്ടായിരുന്നത്. പിന്നെ മെഡിസിൻ ആണെങ്കിലും അവർ കൊടുക്കുന്നത് പ്രോപ്പറായിട്ടുള്ളതായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് നമ്മുടെ അറിവിൽ ഉണ്ടായിട്ട് നമ്മൾ ഇനി വേറെ സ്ഥലങ്ങൾ തപ്പി നിൽക്കേണ്ട, നമ്മുടെ സൗകര്യം തന്നെ വേണ്ടിയിട്ട് മോൻ്റെ ഒരു കാര്യം ചെയ്യേണ്ട എന്നുള്ളതിലാണ് ഇപ്പോൾ താമസം തന്നെ നമ്മൾ തൊടുപുഴയ്ക്ക് മാറ്റിയത്. കാരണം അവനിവിടെ നിന്നാൽ അവന് ക്ലിയർ ആവും എന്നുള്ളത് നമുക്കൊരു 100% വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ താമസം തന്നെ മാറി, ലൈഫ് കെയറിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ തെറാപ്പി ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വളരെ ആശ്വാസമാണ്. ഇപ്പോൾ 2ാമത്തെ തുടങ്ങാണ്. അപ്പോൾ എന്തായാലും എനിക്ക് 100% വിശ്വാസമാണ് എൻ്റെ മോന് ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ലൊരു ഇതിലേക്ക് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്.